ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു റാപ്പ് ഡ്രസ്സാണ് ചെയ്ത് കാണിക്കുന്നത്. കുറേ ആയിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിങ്കിൾ റയോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. നോർമൽ റയോണിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ്. ഇതെനിക്കൊരു ഓൺലൈൻ പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ്. അക്യുമിഷൻ എന്ന് പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു 3 മീറ്റർ ഫാബ്രിക് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ ലൈനിങ് ഒരു ഹാഫ് മീറ്റർ അല്ല 1 മീറ്റർ എടുക്കുക. ഹാഫ് മീറ്റർ പോരാ, 1 മീറ്റർ ലൈനിങ് ഞാനിത് യോക്കിൽ മാത്രം വെക്കുന്നുള്ളൂ. യോക്കിൽ ആവശ്യമില്ല, പക്ഷെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും നമുക്ക് സ്റ്റിച്ചിങ്ങിന്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൽ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ട് ക്ലോത്തിനെ മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് 4 ഫോൾഡ് ചെയ്ത് വെക്കാം. ഈ 4 ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യോക്ക് പോർഷൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു wrap ഡ്രസ്സ് നമ്മൾ ചെയ്യുന്ന യോക്ക് വെച്ചിട്ടുള്ള wrap ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ട യോക്കിന്റെ എന്നുള്ള മാർക്ക് ചെയ്യാൻ ഞാൻ ഇതിൽ 14 ആണ് മാർക്ക് ചെയ്യുന്നത്. എൻ്റെത് ഒരു സ്മോൾ മീഡിയം അതിന്റെ അകത്ത് വരുന്ന ഒരു അളവാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അളവ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ. ഇനി ഇതിൽ ഷോൾഡർ ഞാൻ 7 ആണ് കൊടുത്തിട്ടുള്ളത്, ഹാഫ് ഓഫ് ദ ഷോൾഡർ. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ എത്രയാണ് വരുന്നത് അത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക, അവരവരുടെ അളവിനനുസരിച്ചിട്ട്. ഇവിടെ ഒരു 9 ഇഞ്ച് ചെസ്റ്റിന്റെ അവിടെയും താഴത്ത് ഒരു 7 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് 1.5 ഇഞ്ച് അത് നിങ്ങളുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് എന്താ പറയുക സൈഡിൽ തയ്യൽ തുമ്പ് കൊടുക്കുക. ഞാൻ എപ്പോഴും ഒരു 1.5 ഇഞ്ചൊക്കെ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് 2 പീസ് ഇപ്പൊ യോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 യോക്കും നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് എടുക്കുന്നത്, കാരണം wrap ആണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് താഴത്തുനിന്ന് ഒരു വശത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മേലോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, 2 ഇഞ്ച് മേലോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ നേരെ സെന്റർ 7 ആണല്ലോ സെന്റർ വരിക, ആ ഒരു സെന്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ജസ്റ്റ് എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, അതാ. അപ്പൊ ഇതേപോലെ വെച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നേരെ പകുതി എന്താ പറയാ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരെ പകുതി എത്രയാ വരുന്നത് എന്നുള്ളത്. ഇനി അതിൽ നിന്ന് നമുക്ക് എത്ര width ഉള്ള നെക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ 3 ഇഞ്ച് width ആണ് എനിക്ക് ആവശ്യം. അതേപോലെ 3 ഇഞ്ച് width, ഒരു 6 ഇഞ്ച് ഇറക്കം. ആ ഒരു 6 ഇഞ്ച് ഇറക്കം വരുന്ന പോലെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒരു പോയിന്റ് മാത്രമേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്കെയിൽ എടുത്തിട്ട് ആ 3 ഇഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു നെക്ക് 3 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് ഇതേപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഒരുപാട് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കൊക്കെ ചെയ്ത് വെച്ചത്. കാരണം ഇതാ കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ താഴത്തേക്ക് നമ്മൾ 4 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 2 ഇഞ്ച് മേലോട്ടേക്ക് കയറ്റിയിട്ടൊക്കെ വെച്ചില്ലേ, ആ ഒരു ലൈനിലേക്ക് ഇതേപോലെ നമുക്ക് വരച്ചെടുക്കണം. മനസ്സിലായോ? ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ, എന്നാലും വലിയ ഷേപ്പ് ആക്കി കൊടുക്കണമെന്നില്ല. നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് വി ആയിട്ട് കിട്ടും. പിന്നെ വല്ലാണ്ട് എന്താ പറയുക ചെരിച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ പോകരുത്. എന്താ ഇപ്പൊ പറയുക, അത് നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. വല്ലാണ്ട് ചെറുതായിട്ടും വരയ്ക്കരുത്, വല്ലാതെ വീതിയായിട്ടും വരയ്ക്കാൻ നിൽക്കരുത്. നമ്മൾ താഴത്തെ ആ വര വരച്ചത് അവിടുന്ന് ഈ ഒരു 3 ഇഞ്ച് മേളിൽ ഒരു ചെറിയൊരു സ്കെയിൽ വെക്കുക, എന്നിട്ടൊന്ന് വരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് മേലേലേക്ക് ഒരു 2 ഇഞ്ചിൽ ആ ഒരു കട്ടിങ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക, ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കട്ട് ചെയ്തിട്ട് ഈ കളഞ്ഞല്ലോ, അത് നമുക്ക് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കിട്ടണം. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഈ ഒരു ബോഡിക്ക് അനുസരിച്ചിട്ട് എടുക്കുമ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. വേണേൽ റഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് വേണേൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഞാനിത് ഒരുപാട് ചെയ്തതുകൊണ്ട് എനിക്കിത് ബൈ ഹാർട്ടായി, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക. എപ്പോഴും നമ്മളൊരു ട്രയൽ എടുക്കുന്നത് നല്ലതാണ്. മനസ്സിലായല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ബാക്കിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള യോക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും വേണ്ടത്. ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു യോക്കും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിലേക്ക് വേണ്ടിയിട്ട് സെയിം ഫ്രണ്ടിലെടുത്ത അതേപോലെ തന്നെ ബാക്കിലേക്കും കട്ട് ചെയ്തെടുക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു wrap ഡ്രസ്സ് ചെയ്യണേൽ 3 യോക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഇതാ കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പീസും കൂടി കഴിഞ്ഞ് നമുക്ക് ഇത്രയും ലൈനിങ് ആവശ്യമുള്ളൂ. ഇത്രയും ഞാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ താഴത്തെ പോർഷനിൽ ഒന്നും ലൈനിങ് കൊടുക്കുന്നില്ല. ഇനി ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഞാനിവിടെ തയ്യൽ തുമ്പ് എത്രയാണോ എക്സ്ട്രാ ഇട്ടത് അത് നോക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. കാരണം ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് അത്രയും അളവും കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അളവ് അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ടില്ലേ, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണോ വരുന്നത്. എനിക്കിത് 14 കിട്ടിയത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു 2 പീസ് ഉണ്ടല്ലോ, ഇതും നമ്മൾ അളന്ന് നോക്കണം എത്രയാണോ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലും തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തും തയ്യൽ തുമ്പ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതും നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ. അതും ഇതും ഒക്കെ വെച്ചിട്ട് എത്രയായി എന്നുള്ളത് നോക്കുക. ഞാനൊരു 11 മാർക്ക് ചെയ്ത് കൊടുത്തത്, 11 എന്നുള്ള രീതിക്ക്. ഇവിടെയും 11. അപ്പോൾ ഈ ഒരു 22, 22ഉം പിന്നെ ഒരു 14. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 36 എന്നുള്ളൊരു ആൻസർ കിട്ടും. കാരണം ഇതൊക്കെ കൂട്ടി വരുമ്പോഴത്തേക്ക് 36, ഇവിടുന്ന് ഇവിടത്തേക്കും അപ്പുറത്തും ഒക്കെ ആകുമ്പോഴത്തേക്കും 36 കിട്ടിയേ. അപ്പോൾ 36 നമ്മൾ അത് അവിടെ എന്താ പറയുക എടുത്ത് വെക്കുക, അത് ആവശ്യമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസിൽ എന്താ പറയുക, ഇത് ഞാൻ ഒരു 2.5 മീറ്റർ ഫാബ്രിക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചതാണ്. 2.5 മീറ്റർ എന്നുള്ള രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താഴത്തെ ഭാഗം 2.5 മീറ്ററിൽ കിട്ടിയത് അത്രയും മതി എന്നുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണേൽ നല്ല ഫുൾ ലെങ്ത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്ററിൽ തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇത് എൻ്റെ അത്യാവശ്യം ക്ലോത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2.5 മീറ്ററിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആണ്. ഇതിപ്പോ നേരെ പകുതിയായിട്ട് മടക്കിയതാണ്. 2.5 മീറ്റർ നേരെ പകുതിയായിട്ട് മടക്കിയതാണ്. ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് വെക്കണം, ക്രോസ് ആയിട്ട് ഇങ്ങനെ വെക്കണം. ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസും. അത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെന്ററിൽ കട്ടിങ് വരാൻ പാടില്ല. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. എപ്പോഴും മടക്കി കൊടുക്കുമ്പോൾ ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസും അങ്ങനെയുള്ള ഭാഗം തന്നെ കൊണ്ടുപോയി മടക്കി എടുക്കണം, അല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇനിയാണ് നമ്മൾ 36 കിട്ടിയ ആൻസറിൻ്റെത് 4ൽ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം 36ന് 4ൽ ഒരു ഭാഗം എത്രയാ വരിക? 9 അല്ലേ വരിക. 36ന് 4ൽ 1 ആയിട്ട് നോക്കുക. മനസ്സിലായല്ലോ? 9 എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം 9 എന്നുള്ളത് 9 തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയും, കുറച്ച് വലിഞ്ഞു പിടിച്ച് നിൽക്കും. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് അല്ലല്ലോ, ക്രോസ് അല്ലേ. അപ്പോൾ നമ്മൾ അരയുടെ അവിടെ വെക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ 9 തന്നെ മാർക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ചിട്ടേ ഉള്ളൂ, കൂടുതൽ കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിഞ്ഞു പിടിച്ചിങ്ങനെ നിൽക്കും, അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിൽ 31 ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. യോക്ക് കഴിഞ്ഞിട്ട് 31. മനസ്സിലായോ? അത് എനിക്ക് അത്രയും ലെങ്ത് മതി എന്നുള്ളതാണ്. ടോട്ടൽ ഞാൻ 45 ലെങ്ത് എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക യോക്ക് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിവർത്തി വെക്കുമ്പോൾ കണ്ടില്ലേ, ഒറ്റ പീസിൽ നമുക്ക് ഫുള്ളും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ പീസിൽ നമ്മൾ യോക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള പീസിൽ യോക്ക് പോർഷനും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഫ്രണ്ടിലത്തെ 2 പീസ് പിന്നെ ബാക്കിലത്തെ എല്ലാം ഇതേപോലെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. മാക്സിമം ആ ഒരു ക്ലോത്ത് എന്താ പറയുക വേസ്റ്റ് ഒന്നും വരാണ്ട് യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ പീസ് ഇവിടുന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, കട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരു ട്രയൽ നോക്കുക. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ നോക്കുക. അല്ലാതെ ചാടിക്കേറി പുതിയ ക്ലോത്തിലൊന്നും ആരും ചെയ്യരുത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളൊന്ന് എന്താ പറയുക, ഡൗട്ടൊക്കെ വരുമ്പോൾ പഴയ സാരി എടുക്കുക, കട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ അതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ പറയുമ്പോൾ ഇതാ ലൈനിങ്, അതിനാണ് ഞാൻ ലൈനിങ് തന്നെ എടുക്കാൻ കാരണം. ലൈനിങ് ഇതേപോലെ ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുക, നല്ല വശത്ത് പിന്നെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ക്രോസ് ആയിട്ട് ഈ ഭാഗമാണ് നമുക്ക് മടക്കി തയ്ക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ആയിട്ട് കിട്ടേണ്ടത്. ഇനി ഇതേപോലെ ഒരു പൈപ്പിംഗ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, ഒരു റിബണ് പോലെ ഒരു പീസ് ഈ സെയിം ക്ലോത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 2 നമുക്ക് ആവശ്യമുണ്ട്, കാരണം wrap ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കെട്ടിട്ട് കൊടുക്കണ്ടേ.
ആ ഒരു പീസ് ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള പീസാണ് ആ ഒരു ഇത്. അല്ലാതെ ചുമ്മാ ചെറിയ നാടിയൊന്നും എടുത്തിട്ട് വരരുത്. അത്യാവശ്യം വലിപ്പമുള്ള സംഭവമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങനെ വരിക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ആദ്യമേ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ട് നമുക്ക് റെഡിമെയ്ഡിലൊക്കെ ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊന്നും അങ്ങനെ വെളിയിൽ കാണുന്നില്ലല്ലോ, നല്ല നീറ്റായിട്ട് കിട്ടുന്നില്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാതെ ലാസ്റ്റ് കൊണ്ടുപോയി അവിടെ തിരികെ കയറ്റി ചെയ്യുന്നതിലും ബെറ്റർ നമ്മൾ ആദ്യമേ അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. ഉണ്ടല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ക്ലീൻ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതേപോലെ വെക്കുക, എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ ലൈനിങ്ങിൻ്റെ താഴത്തേക്ക് പോകാൻ പാടില്ല. ലൈനിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ മേളിൽ തന്നെ ആ ഒരു കെട്ട് ഇരിക്കണം. ഈ കെട്ട് കൊടുക്കാനുള്ള പീസ് അവിടെ തന്നെ ഇരിക്കണം. അതിൻ്റെ മേലൊന്ന് നമുക്ക് എന്ത് വരാൻ പാടില്ല, താഴത്തെ പീസൊന്നും വരാൻ പാടില്ല. അത് പറയാൻ തന്നെ കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ക്രോസ് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ ഇനി ഇതിനെ ഇവിടെ ഒന്ന് തയ്ക്കുക. ഈ ഒരു വൈറ്റ് വരുന്ന ഈ ലൈനിങ് ഒന്ന് തയ്ക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് തയ്ച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റിച്ച് എന്തായി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെയും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതേപോലെ തയ്ച്ചു കൊടുക്കുന്ന ഈ ഒരു എഡ്ജ് വരയ്ക്കേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. അവിടെ വരയ്ക്കും മതി, ഞാൻ അവിടെ വരയ്ക്കേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വരയ്ക്കും കൊടുക്കുക, നിർത്തുക. ഇനി നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ നല്ല വശത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. മേലെ പ്രസ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല, അത് വൃത്തികേടാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ ഇങ്ങനെ വരിക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗവും കൂടി ചെയ്തിട്ട് ബാക്കി പീസൊക്കെ വെട്ടിക്കളയുക. സെയിം തന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, അതിലും സെയിം തന്നെ ചെയ്യുക. അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലത്തെ ബാൻഡ് പോലെയുള്ള ആ ഒരു പീസൊക്കെ കൊടുക്കണം. അങ്ങനെ രണ്ട് ഭാഗത്തും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വീനൊക്കെ ആയിട്ട് വരികയും വേണം. ഇതൊക്കെ ഫുൾ ലൈനിങ്ങുമായിട്ട് സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള ഇച്ചിരി ഗ്യാപ്പ് അവിടെ കണ്ടോ, നമ്മൾ ആ ബാൻഡിൻ്റെ അവിടെ താഴത്ത് അതേപോലെ കൊടുക്കണം എന്നാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ എടുക്കുക. നെക്ക് വേണ്ട, ഞാൻ നെക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണേ വെക്കാം കേട്ടോ. എനിക്ക് നെക്ക് ബാക്കിൽ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇതേപോലെ ഷോൾഡർ ടു ഷോൾഡർ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ലൈനിങ് ഇല്ലേ, ലൈനിങ് ഇല്ലാതെ കൊടുക്കുന്നത്, ലൈനിങ് നമുക്ക് അടുത്ത് വരുവേ ഉള്ളൂ. ഇതിപ്പോൾ ഇതേപോലെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റെഡിമെയ്ഡ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് ഇതും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ലൈനിങ്, കണ്ടില്ലേ, ഈ ലൈനിങ് പീസ് എന്നിട്ട് ഇതിൻ്റെ മേലെ വെക്കുക. കണ്ടോ, ഇതേപോലെ എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഇതേപോലെ ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണൂല. ഇവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഫുള്ളായിട്ട് നീറ്റായിട്ട് കിട്ടും. ലൈനിങ് ഒക്കെ ആയിട്ട് സെറ്റായി. ഇനി സ്ലീവ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് സ്ലീവ് വെക്കാം, ഓപ്ഷണലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്നുള്ള ആൾക്കാർ ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്ത് വെക്കുക. എനിക്ക് സ്ലീവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. വേണമെന്നുള്ള ആൾക്കാർക്ക് വെക്കാം കേട്ടോ. ഫുൾ സ്ലീവോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അതിനൊക്കെ ഉള്ള ഇതിയുടെ സ്പേസ് ഉണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ട് വേണം ഇനി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യമേ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. കണ്ടല്ലോ, ഇതേപോലെ ഫുള്ളായിട്ട് ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ വരുന്ന ഇത് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കെട്ടിട്ട് കൊടുക്കേണ്ടത്, ഏത് ഭാഗത്തൂടെ നിങ്ങൾക്ക് ഇവിടെ ഹോള് വെക്കണം എന്നുള്ള ഉള്ളത് നോക്കണം. അപ്പം ഞാനിത് ഈ ഒരു ഭാഗത്ത് ആണ് എൻ്റെ വലതുവശത്ത് വരുന്ന ഡ്രസ്സിൻ്റെ വലതുവശത്താണ് ഞാൻ ഹോള് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടം വരുന്ന പീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് രണ്ട് വശവും മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം. കണ്ട് ഇതേപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ഏറ്റവും എൻഡ് വരയ്ക്കും. ഇനി ഈ ഒരു പീസിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ യോക്ക് പോർഷനിൽ സ്റ്റാർട്ടിങ് മുതൽ സ്റ്റിച്ച് ചെയ്ത് വരുക വേണ്ടത്. നല്ല വശം ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ അറ്റത്ത് വരയ്ക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഈ നമ്മുടെ മേലെ ബോട്ടം പീസ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഇരിക്കും. കാരണം ഇതൊരു വലിഞ്ഞു നിൽക്കുന്ന ഒരു ക്രോസ് കട്ടിങ്ങിലല്ലേ എടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടക്കിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടും കിട്ടും. ഇനി ഈ ഒരു ഭാഗത്താണ് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എന്താ പറയുക, ക്രോസ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഒരു റിബൺ ഒക്കെ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ
ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത് അങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അതിനെ റൗണ്ട് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം, സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കണം full ആയിട്ട്. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഇളകി പോകാൻ ചാൻസ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴത്ത് ലോക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ വിയർ ചെയ്ത് കാണിക്കുക, എങ്ങനെയാണ് വരിക എന്നുള്ളത്. കാരണം ഇത് നോർമൽ ഡ്രസ്സ് പോലെയല്ലോ, റാപ്പ് ഡ്രസ് ആണല്ലോ, അതെങ്ങനെയാണ് ഇടുന്നതെന്നും കൂടി നമ്മൾ കാണണ്ടേ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് വിയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സിന്റെ വലത് വശത്താണ് ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു കുഞ്ഞു ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വഴി ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു റിബൺ ഇതേപോലെ എടുക്കുക. എന്നിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ കണ്ടല്ലോ, ഇതേപോലെ എടുത്തിട്ട് ഈ ഭാഗത്തുള്ളത് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പൊ ഫ്രണ്ടിൽ വീനക്ക് പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. ഒരു ചെറിയൊരു ഇന്നർ ഇടണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെ ഇടാം. അല്ലാണ്ട് വല്ലാതെ ഇറക്കമൊന്നുമില്ല നെക്ക്, അങ്ങനെ ഇറങ്ങി പോവില്ല. ഇനി അഥവാ ഇൻ കേസ് ഇറങ്ങുന്നു തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഹുക്കോ അല്ലെങ്കിൽ പ്രസ് ബട്ടൺ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫാബ്രിക് കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെ ഒരു ഐഡിയ തന്നെ വന്നത്. ഈ ഒരു ഫാബ്രിക് എനിക്ക് അയച്ചു തന്നത് ഞാൻ പറഞ്ഞല്ലോ, അക്യുമിഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. കാലിക്കറ്റ് ആണ് അവരെ ഷോപ്പൊക്കെ ഇരിക്കുന്നത്. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ഉൾപ്പെടെ. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.